ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഗോവിന്ദച്ചാമിക്ക് ആരുടെയും സഹായം ലഭിച്ചില്ല. എന്നാൽ ഗോവിന്ദച്ചാമിയുടെ ആസൂത്രണം അറിയാൻ കഴിയാത്ത അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിന് വീഴ്ച സംഭവിച്ചു. അഴികൾ മുറിച്ചത് എങ്ങനെയെന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ആരുടെയും സഹായം ലഭിച്ചിരുന്നില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഗോവിന്ദച്ചാമിയുടെ മൊഴികൾ ശരിവെക്കുന്ന റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്നാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്? റിപ്പോർട്ടിന്റെ സാരാംശം എന്താണ് ഷിജോ? ജിൽസി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ജയിൽ ഡിഐജി ജയിൽ ഡിജിപിക്ക് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത്. ഈ അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗോവിന്ദച്ചാമിക്ക് ജയിലിൽ ചാടാൻ ഒരാളുടെ പോലും സഹായം ലഭിച്ചിട്ടില്ല. ഒറ്റയ്ക്കാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടി കടന്നത് എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രവുമല്ല, ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണ് ഗോവിന്ദച്ചാമി. ജയിൽ അധികൃതരോടും മറ്റ് സഹതടവുകാരോടും അങ്ങേയറ്റം മോശമായിട്ട് പെരുമാറുന്ന ഒരാൾ കൂടിയാണ് ഗോവിന്ദച്ചാമി. അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയെ ഒരാൾ പോലും സഹായിക്കാനുള്ള സാധ്യത ജയിലിൽ ചാടുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ജയിൽ ഡിഐജി അന്വേഷണം നടത്തിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരാളുടെ പോലും സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടി കടന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവിടെ തുണി ഉപയോഗിച്ചുകൊണ്ട് മതിലിൽ കുരുക്കിട്ട് ഗോവിന്ദച്ചാമി ജയിൽ ചാടി കടക്കുകയായിരുന്നു. ഈ തുണി എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യത്തിനകത്ത് ജയിൽ ഡിഐജി കണ്ടെത്തിയിരിക്കുന്നത്, സഹതടവുകാർ അവർ കഴുകിയിട്ടിരിക്കുന്ന തുണി, അവരുടെ മുണ്ടും മറ്റ് തുണികളുമൊക്കെ ഗോവിന്ദച്ചാമി അവർ കാണാതെ എടുത്ത് മാറ്റി വെക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് കുരുക്കിട്ട് വൈദ്യുത കമ്പിയിൽ കെട്ടി മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് 7.5 മീറ്ററിലധികം ഉയരമുള്ള മതിൽ ഒറ്റ കൈയുള്ള ഗോവിന്ദച്ചാമി, സാങ്കേതികമായിട്ട് ഗോവിന്ദച്ചാമിക്ക് ഇടത് കൈ മാത്രമാണുള്ളത്, മറ്റൊരു കൈ വലത് കൈ ഭാഗികമായിട്ട് മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദച്ചാമിയുടെ ഇടത് കൈക്ക് അസാധാരണമായിട്ടുള്ള ഒരു കൈക്കരുത്തുണ്ട് എന്നുള്ള കാര്യം കൂടി ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ടിലുണ്ട്. കാരണം ഒരാളെ ഈ ഇടത് കൈ കൊണ്ട് അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തിയുള്ള ബലം ഈ ഗോവിന്ദച്ചാമിയുടെ ഇടത് കൈക്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ 2 വീപ്പൈ ഉപയോഗിച്ചുകൊണ്ട് മതിലിന്റെ മുകളിൽ കയറുകയും അവിടുന്ന് തുണി വൈദ്യുത കമ്പിയിലേക്ക് കുരുക്കി മതിൽ ചാടി കടക്കുകയും ചെയ്തു എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് മതിലിന് സമീപത്തായിട്ട് നേരത്തെ തന്നെ ഈ വെള്ളം നിറച്ച ഒരു വീപ്പ അവിടെ ഉണ്ടായിരുന്നു. അവിടേക്ക് സമയമെടുത്തുകൊണ്ട് ഗോവിന്ദച്ചാമി മറ്റൊരു വീപ്പ് കൂടി കൊണ്ടുവച്ചുകൊണ്ട് ആ വീപ്പയ്ക്ക് മുകളിൽ കയറുന്നുകൊണ്ട് ഈ നേരത്തെ ഉപയോഗിച്ച തുണി ഇങ്ങനെ കുരുക്കിട്ടുകൊണ്ട് മതിൽ ചാടി കടന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് മാത്രവുമല്ല, പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ മതിൽ ചാടി കടക്കാൻ മറ്റൊരാളുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുമ്പോഴും ഇതിനകത്ത് ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ജയിലിന്റെ അഴി മുറിച്ചത് എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. അക്കാര്യത്തിൽ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള കാര്യം ജയിൽ ഡിഐജി പറയുന്നുണ്ട്. അതിനകത്ത് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം വേണം. അതായത് ഗോവിന്ദച്ചാമിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഹാക്സോ ബ്ലേഡ് പോലെയുള്ള ഒരു ആയുധമായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ജയിലിന്റെ അഴി ഇങ്ങനെ മുറിച്ചു മാറാൻ കഴിയില്ല, അതിന് ദീർഘനാൾ സമയമെടുക്കും. അപ്പോൾ അത് അറിയാതെ പോയത് വീഴ്ചയാണ്. ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് CCTV നോക്കുന്ന ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചു. പക്ഷേ CCTV നോക്കുന്ന ഉദ്യോഗസ്ഥന് അവിടെ ഇല്ലാതിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന മറ്റു സഹതടവുകാരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോയതുകൊണ്ടാണ് CCTV നോക്കാൻ കഴിയാതെ പോയത്. അതേസമയം ഇതിനകത്ത് ജയിൽ ഉദ്യോഗസ്ഥരുടെ ക്ഷാമം, അതിനകത്ത് കൃത്യമായിട്ടുള്ള ജയിൽ ജീവനക്കാരുടെ ക്ഷാമം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ജയിൽ ഡിഐജി പറയുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് അറിയാതെ പോയത്, അതായത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി ഗോവിന്ദച്ചാമി വളരെ നേരത്തെ തന്നെ ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയത് അറിയാതെ പോയത് വീഴ്ചയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ഒരാളുടെ പോലും സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ജിൽസി, ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടാണ് ജയിൽ ഡിഐജി അന്വേഷണ റിപ്പോർട്ട് നൽകിയത്. മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ അഴികൾ മുറിച്ചത്, അത് മറ്റാരും അറിയാതിരുന്നത് എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങളിൽ ഒരു വിശദമായ അന്വേഷണം വേണമെന്നുള്ള കാര്യം കൂടിയാണ് റിപ്പോർട്ടിൽ പറയുന്നത്.